ാനൊപ്പം മുസ്ലിയാരെ ശ്രമം. മുസ്ലിയാരെ ഒച്ചട്ടതുകൊണ്ടൊന്നും കാര്യം നടക്കൂല. തെളിവുദ്ധരിക്കണം. അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി എന്നത് മൂപ്പര് പറയാണ്, അത് അള്ളാഹുവിന്റെ റസൂല് സൃഷ്ടികളോട് സഹായം തേടിയതിന് തെളിവാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളോട് സഹായം തേടിയിട്ടില്ല. അവിടെ കുൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വാക്കിനോടാണ് സഹായം തേടിയത്, അള്ളാഹുവിന്റെ വചനത്തോടാണ് സഹായം തേടിയത് എന്ന് മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്, മുഹദ്ദിദുകളും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്കലാനി തന്നെ പറയുന്നു, അൽ മുറാദു ബിഹാ കലാമുഹു അലൽ ഇത്ലാഖ്. കണ്ട് എന്നിട്ട് അദ്ദേഹം ആദ്യം അവസാനിപ്പിക്കുന്നത് ഖാലൽ ഖത്താബി കാന അഹ്മദ് യസ്തദില്ലു ബിഹാദൽ ഹദീസി അലാ അന്ന കലാം അല്ലാഹി ഗൈറു മഖ്ലൂഖിൻ വയഹ്തജ്ജു ബി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ. ഖുർആൻ മഖ്ലൂഖാണോ അല്ലോ എന്ന ഒരു ചർച്ച മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇടപെട്ടുകൊണ്ട് ഇമാം അഹ്മദ് പറഞ്ഞു, ഈ ഹദീസ് തെളിവാണ് ഖുർആൻ മഖ്ലൂഖല്ല എന്നതിന്. കാരണം അല്ലാഹുവിന്റെ റസൂല് ഒരു മഖ്ലൂഖിനോടും സഹായം തേടുകയില്ല. അലവി സഖാഫി ഇയാൾക്കൊന്ന് കേൾക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ തന്നെ വല്ലാണ്ട് വേർത്തിട്ടുണ്ട് കേട്ടോ. കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്, അള്ളാഹുവിന്റെ വചനങ്ങള് സൃഷ്ടിയല്ല എന്നതിന് ഇമാം അഹ്മദ് ഇത് തെളിവാക്കിയിട്ടുണ്ടെന്ന് ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞത് ഞങ്ങളുടെ വിഷയാവതരണത്തിൽ തന്നെ ഞങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞിട്ടുണ്ട്, ലമ്മാ കാനൽ മുഖററു അന്നഹു ലാ യുസ്തആദു ഇല്ലാ ബിൽ ഖദീം സബത ബിഹാദാ അന്നൽ ഇസ്സത മിന സിഫാത്തിൽ ഖദീമ ലാ മിൻ സിഫത്തിൽ ഫിഇൽ. അഊദു ബിഇസ്സത്തില്ലാ എന്ന് പറയുന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണ് ലാ യുസ്തആദു ഇല്ലാ ബിൽ ഖദീം, മുമ്പ് ഇല്ലാത്തതും ഇല്ലായ്മയിൽ നിന്ന് പിന്നീട് ഉണ്ടായിത്തീർന്നതുമായ ഖദീമായ അള്ളാഹുവിനോട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇസ്തിആദത്ത് പാടുള്ളൂ, സഹായം തേടാൻ പാടുള്ളൂ എന്ന് ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞു. ഇമാം അഹ്മദ് തെളിവ് ഇനി റാസി പറഞ്ഞു. റാസിന്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ഫഅലം وأما قوله أعوذ بكلمات الله التامات فاعلم أن المراد بكلمات الله هو قوله تعالى إنما قولنا لشيء إذا أردناه أن نقول له كن فيكون. ഇവിടെ കലിമാത്തുല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ വാക്കാണ്. എന്താണ് ഇതിൽ പറഞ്ഞത്? അള്ളാഹുവിന്റെ കലിമാത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വാക്കാണ്. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിനോട് നാം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവുകയായി എന്ന അള്ളാഹുവിന്റെ വാക്കാണ് ഉദ്ദേശമെന്ന് റാജി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചെന്താ, റാജി പറഞ്ഞിരിക്കുന്നു അർവാഹുകളാണെന്ന് പറഞ്ഞിരിക്കുന്നു. റാജി പല ഇഹ്തിമാലുകളും പറഞ്ഞിട്ടുണ്ട്. അതിൽ റാജി അംഗീകരിച്ച വ്യാഖ്യാനം എന്താ? റാജി അതിന്റെ തൊട്ടു ശേഷം തന്നെ നിങ്ങൾ പറയുന്ന സബതഫി ഇൽമിൽ മാഖൂലാത്തിൽ അവിടെ അർവാഹാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അഊദു ബി കലിമാത്തില്ല എന്ന് യഥാർത്ഥത്തിൽ പറയാൻ അർഹതയുള്ളത് തൗഹീദിന്റെ ബഹറിൽ ഇറങ്ങുകയും ഹഖായിഖിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും വുജൂദിൽ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും കാണാതിരിക്കുകയും ചെയ്ത ആൾക്കാണ്. ലം യസ്തഈദ് ബില്ലാ ബില്ലാ, അങ്ങനത്തെ ഒരാൾ അള്ളാഹുവിനോട് അല്ലാതെ സഹായം തേടുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് തൗഹീദിന്റെ ആഴങ്ങളിൽ ഇറങ്ങിയിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂല് ഹഖായിഖ് മനസ്സിലാക്കിയിട്ടില്ലേ? അങ്ങനെയുള്ള റസൂല് അള്ളാഹുവിനോടല്ലാതെ സഹായം തേടുകയില്ല എന്ന് റാസി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അർവാഹിനോടാണ് തേടിയത് എന്നത് സാന്ദർഭികമായി ഉദ്ധരിച്ചതല്ലാതെ ആദ്യവും അവസാനവും അദ്ദേഹം അംഗീകരിച്ചത് എന്താണ്? പിന്നെ ഹദീസിന്റെ വ്യാഖ്യാനം ഹദീസ് ഗ്രന്ഥത്തിൽ നിന്ന് മുഹദ്ദിസുകൾ പറഞ്ഞാണ് എടുക്കേണ്ടത്. അതാണ് ഞാൻ പെടുത്തത്, ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞത്. അതുകൊണ്ട് എന്റെ ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം ശരിയല്ല. കാരണം ഈ ഇതിൽ സൃഷ്ടികളോട് തേടി എന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വന്നു, അതിപ്പോ ഒരു സമ്മതിച്ചു. നേരത്തെ പറഞ്ഞ സദസ്സിൽ നല്ല പുറത്തുനിന്നു, സദസ്സിൽ വന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ പിന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തതാണ് എന്നാക്കി. അങ്ങനെയൊക്കെ കോട്ടി മാറ്റേണ്ടി വരും. നുണ പറയുമ്പോ അങ്ങനെയാ. ആദ്യം പറഞ്ഞ ഇപ്പൊ പൊളിഞ്ഞില്ലേ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദീനില് ശിർക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് പൊളിയും. യാ മുഹമ്മദ് ഇന്നി തവജ്ജഹതു ബിക എന്ന് പറയുന്നത് റസൂലുള്ളാഹിനെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ്. റസൂൽ അദ്ദേഹത്തിൽ ദുആ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെ തർക്കത്തുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. തർക്കം ഇസ്തിഗാസയാണ്, തവസ്സുലല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ യാ ഇബാദല്ലാഹി യഗീസുനി, അതിന് ഹൈസമി പറഞ്ഞിരിക്കുന്നു, അത് അതിന്റെ റിജാലൊക്കെ സഹിയാണ്. മുസ്ലിയാരെ തട്ടിപ്പ് നടത്തരുത് മുന്നിലിരിക്കുമ്പോ. ورواه الطبراني ورجاله وثقوا على ضعف في بعضهم إلا أن يزيد بن علي യസീദ് എന്നുള്ള യഥാർത്ഥ സെയ്ദ് ബിൻ അലിയാണ്. ഇല്ലാന സെയ്ദ് ബിൻ അലി ലം യുദ്രിക ഉത്ബ. സനദിൽ ഇംഗിതായുണ്ട്, മനസ്സിലായോ? ഉത്ബന്റെയും ഇബ്നു അലിന്റെയും ഇടയിൽ സനദ് മുറിഞ്ഞുപോയി. സഹിഹായ ഹദീസിന്റെ നിർവചനം എന്താ മുസ്ലിയാരെ? ഹദീസ് സഹീഹ് എന്ന് വാദപ്രതിവാദത്തിൽ എഴുതി ഒപ്പിടുന്നത് അതിന്റെ നിർവചനങ്ങളൊന്ന് പഠിച്ചിട്ട് വരണം. മുത്തസിലു സനദ്, സനദ് ചേർന്ന് വന്നതായിരിക്കണം, അതേ സഹിയാകുള്ളൂ. ഇത് മുത്തസിലല്ല, മുൻകത്തെയാണ്. സനദിൽ ദ്വാരം വീണിട്ടുണ്ട്, എന്നിട്ട് അത് തട്ടുന്നത് ഐസമിന്റെ പേരിൽ ചാർജ്. നിങ്ങൾ ഏതായാലും കളവ് പറയാം, ഐസമിന്റെ പേരിൽ ചാർജ് ചെയ്യണോ? അത് മുമ്പിലിരുന്നിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അബ്ദുറഹ്മാൻ ബിൻ ശരീഖ് എന്ന് പറയുന്ന ഒരാൾ ഇതിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇതാണ് മജ്മഉ സവായിദ്. ഈ ഗ്രന്ഥത്തിൽ ഹൈസമിയുടെ മേൽ നമ്മൾ ചാരി എന്നാണ് പറയുന്നത്.
റിജാലുഹു സിഖാത്തുൻ വരിജാലുഹു സിഖാത്തുൻ വരിജാലുഹു സിഖാത്തുൻ യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന ഹദീസിന്റെ റിപ്പോർട്ടർമാർ വിശ്വസ്തരാകുന്നു എന്ന് പറയുന്നത് ഹൈസമിയാണ്. ഇപ്പൊ ഒരു കാര്യം ഉറപ്പാ, എന്റെ ഒരു പെരുങ്കുടുക്ക് ഇപ്പൊ ഹനീഫാണ് കുടുക്കിയത്. പെരുങ്കുടുക്ക് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മൂപ്പര് വെല്ലാണ് പിടുങ്ങാന്ന് കരുതിയതാ. പക്ഷെ അത് പിടുങ്ങാൻ ഹനീഫ മൗലവി അനുവദിച്ചില്ല. ഞങ്ങൾ പ്രസ്ഥാനത്തിന്റെ പേരിൽ നന്ദി പറയുന്നു ഹനീഫ മൗലവിക്ക്. നിങ്ങളാണ് ഇപ്പൊ മൗലവിയെ കുടുക്കിയത്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി എന്നോർത്ത് വ്യത്യസ്തമായ തഫ്സീർ ഉണ്ട്. സാന്ദർഭികമായി അങ്ങോട്ട് പറഞ്ഞു പോയതാണ് റാസിൻ. അപ്പോ ഒരു തഫ്സീറില് റാസി മുശ്രിക്കായി. എന്തേ കാരണം? റാസി മാത്രമല്ല റസൂലുള്ളാഹി മുശ്രിക്കായി. കാരണം എന്തേ? ഈ തഫ്സീർ പ്രകാരം അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി എന്നതിന് റാസി ഒന്നാമതായി പറയുകയും ആയത്തോതിക്കൊണ്ട് വൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തോതിക്കൊണ്ട് റാസി ഇമാമ് സമർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള തഫ്സീർ, ആ തഫ്സീർ പ്രകാരം ഇപ്പൊ റസൂലുള്ളാഹി മുശ്രിക്കായി. കാരണം എന്തേ? അള്ളാന്റെ റസൂല് മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നു. സഹോദര, നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, തഫ്സീറുകൾ പലതും ഉണ്ടാകും. ഒരൊറ്റ ആയത്തിനെ കുറിച്ച് വ്യത്യസ്ത തഫ്സീറുകൾ ഉണ്ടാകും. നമുക്കതിന് വിരോധമില്ല. പക്ഷേ ഒരു തഫ്സീർ അങ്ങനെ വന്നു എന്നതുകൊണ്ട് ഈ തഫ്സീർ തെറ്റാവുകയില്ല. ബഹുമാനപ്പെട്ട ഇമാം, സമയമൊന്നും കഴിഞ്ഞിട്ടില്ല, എന്താ ബേജാറ്. ഈ തഫ്സീറില് ബഹുമാനപ്പെട്ട ഇമാം റാസി പറയുന്നത് മഹാത്മാക്കളോട് സഹായം ചോദിച്ചു എന്നാണ്. ഇനി നിങ്ങൾ പറഞ്ഞ യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന ഗ്രന്ഥത്തിൽ തുഹ്ഫത്തുൽ ദാക്കിരീൻ നിങ്ങളുടെ തന്നെ കിതാബാണ്. ആ കിതാബിലും ഇതിന്റെ റാവി ഷൗക്കാനിയുടെ കിതാബാണ്. വഫിൽ ഹദീസി ഖാല ഫീ മജ്മഇ സവായിദ് റിജാലുഹു സിഖാത്തുൻ ഖാല ഫീ മജ്മഇ സവായിദ് റിജാലുഹു സിഖാത്തുൻ വഫിൽ ഹദീസി ഈ ഹദീസിലുണ്ട് ദലീലുൻ തെളിവുണ്ട് അലാ ജവാസിൽ ഇസ്തിആനത്തി അലാ ജവാസിൽ ഇസ്തിആനത്തി മഹാത്മാക്കളോട് പ്രാർത്ഥനയുടെ ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത സഹായാർത്ഥന നടത്തുന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ടെന്നാണ് ഖാദിർ മൗലവി ഇതിൽ പറയുന്നത്. ഇത് നിങ്ങളുടെ മൗലവി പറയുന്നതാണ്, ഷൗക്കാനി പറയുന്നതാണ്. നിങ്ങളെ വിടില്ല ഞങ്ങൾ. അതുപോലെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി, അതുപോലെ വമൻ യതവല്ലല്ലാഹ, അവിടെ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സഹായികളാക്കിയാൽ നിങ്ങൾ വിജയികളാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി, അവിടെ മഹാത്മാക്കളോട് സഹായം ചോദിച്ചത് റസൂലുള്ളാഹിയാണ്. ഇമാം ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹനീഫ മൗലവി അബദ്ധമാണ് നിങ്ങൾ ചെയ്തത്. വാദപ്രതിവാദത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ മൗലവിയെ നിങ്ങൾ വെള്ളത്തിലിറക്കി മുക്കിയിരിക്കുന്നു. പിന്നെ വിയർപ്പിനെ കുറിച്ച് പറഞ്ഞു. വിയർപ്പിനെ കുറിച്ച് അതിപ്പോ തൊലിക്കട്ടി നല്ലോണം ഉണ്ടായ വിയർക്കൂല. അള്ളാന്റെ റസൂല് നല്ലോണം വിയർപ്പുള്ള ആളായിരുന്നു. ഇത്രയും വലിയ ഉയരമുള്ള ഒരു മേശവിടെ വെച്ചതെന്തിനാ? മൂപ്പര് കുടിക്കണ വെള്ളത്തിന്റെ അളവ് പുറത്തുള്ളവര് കാണാതിരിക്കാനാ. പക്ഷെ ഞാൻ അവിടെ നിൽക്കുമ്പോ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വിയർപ്പ് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങളെ ഞങ്ങൾ പാഠം പഠിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നു. മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നു. ഇമാം ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ അള്ളാഹുവിന്റെ ഖുർആൻ അത് പറയുന്നു. യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് പറഞ്ഞത് നുണയല്ല. നുണയാണെങ്കിൽ നിങ്ങളുടെ ഇമാം ഷൗക്കാനി പറഞ്ഞത് നുണയാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. റിജാലുഹു സിഖാത്തുൻ, അതിന്റെ റിജാല്, അതിന്റെ റിപ്പോർട്ടർമാര് വിശ്വസ്തരാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ചാർത്തിക്കൊടുത്തതല്ല. നിങ്ങളുടെ ഗ്രന്ഥത്തിൽ, നിങ്ങളുടെ തുഹ്ഫത്തുൽ ദാക്കിരീനിൽ, മജ്മഉ സവായിദിൽ ഹൈസമി അങ്ങനെ പറഞ്ഞതായി രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതിന് അത് തെളിവാണ് എന്ന് നിങ്ങളുടെ ഷൗക്കാനി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പൂർവീകരുടെ പാതയിലേക്ക് മടങ്ങണമെന്നല്ലേ ഗ്രൂപ്പ് തർക്കത്തില് മൗലവി നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? നിങ്ങളെ വാദപ്രതിവാദത്തിൽ വന്നിരുന്നത് പൂർവികന്മാരുടെ പാതയിലേക്ക് മടങ്ങണമെന്നല്ലേ? നിങ്ങൾ ഷൗക്കാനിയുടെ പാതയിലേക്ക് മടങ്ങണമെന്ന് വാദിക്കുന്നവരല്ലേ? അങ്ങനെ വാദിക്കുന്ന നിങ്ങളെ മഹാത്മാക്കളോട് സഹായം ചോദിച്ചോ എന്ന് പറയേണ്ടതാണ്, എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ പൂർവീകരുടെ പാത അതാണ്. നിങ്ങളുടെ മൗലവിയിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് സഹായം കിട്ടുകയില്ല. സഹായമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. മൗലവി ടിപ്പണികൾ അവസാനിച്ചിരിക്കുന്നു, കുറിപ്പുകൾ അവസാനിച്ചിരിക്കുന്നു, ഗ്രന്ഥങ്ങൾ അവസാനിച്ചിരിക്കുന്നു. എനിക്ക് വിയർക്കുന്നത്, എനിക്ക് എന്റെ വിയർപ്പിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. എന്റെ വിയർപ്പ് നിങ്ങൾ കാണുന്നിടത്താണെങ്കിൽ നിങ്ങളുടെ വിയർപ്പ് കാണാൻ പറ്റാത്ത സ്ഥലത്താണ് എന്ന കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.